ശരിയായ ജനാബത്ത് കുളി എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനാബത്ത് കുളി ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ വലിയ പ്രശ്നമായി തീരും. ഇൻഷാ അള്ളാ നമുക്ക് പഠിക്കാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും കബൂലാക്കി തരട്ടെ. എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് നല്ലൊരു ജീവിതം നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർ. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വളരെ ഗൗരവം നിറഞ്ഞ ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ടതാണ്. വലിയ അശുദ്ധി കുളിക്കുന്ന ശരിയായ രീതി എങ്ങനെ എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജനാബത്ത് കുളി ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രമേൽ ഗൗരവമായ വിഷയമാണ് ജനാബത്ത് കുളി എന്നുള്ളത്. ജനാബത്തുകാരുള്ള വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകന്മാർ കടന്നു വരികയില്ല. രാത്രി ഭാര്യയുമായി ബന്ധത്തിലേർപ്പെട്ട് ജനാബത്ത് കുളിക്കാതെ കിടന്നുറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് കുളിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ വുളൂ ചെയ്തിട്ടെങ്കിലും കിടന്നുറങ്ങണം. കാരണം അള്ളാഹുവിൻ്റെ മാലാകന്മാർ ആ വീട്ടിലേക്ക് കടന്നു വരികയില്ല. ജനാബത്ത് കുളിക്കുന്നതിൻ്റെ രീതിയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി തന്നെ ജനാബത്ത് കുളിക്കുന്നവർ അല്ലെങ്കിൽ നിഫാസ് കുളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലുള്ള നജസുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷം പരിപൂർണമായ രീതിയിൽ വുളൂ ചെയ്യുക എന്നുള്ളതാണ്. ഈ വുളൂ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ബാത്റൂമിൽ നിന്ന് പരമാവധി വുളൂ ചെയ്യുന്നത് ഒഴിവാക്കണം. കാരണം ബാത്റൂമിൽ നിന്നൊരാൾ വുളൂ ചെയ്താൽ വസ്വാസ് രോഗം അവനെ പിടികൂടുമെന്ന് ഹദീസിൽ വന്ന റിപ്പോർട്ട് പ്രകാരം നാം ഒക്കെ മനസ്സിലാക്കിയവരാണ്. ഇനി അഥവാ ബാത്റൂമിൽ നിന്ന് മാത്രമേ സൗകര്യമുള്ളൂ എങ്കിൽ വുളൂഇൽ ചൊല്ലേണ്ട സുന്നത്തായ ദിക്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നിയ്യത്ത് മനസ്സിലാണല്ലോ കരുതുക, അതുകൊണ്ട് കുഴപ്പമില്ല. മറിച്ച് ബാക്കിയുള്ള ദിക്റുകളൊക്കെ ഒഴിവാക്കിയിരിക്കണം. കാരണം ശൈത്വാന്റെ വീടാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പരിപൂർണതയോടുകൂടെ വുളൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ സുന്നത്തുകളൊക്കെ എടുത്തിട്ടാകണമല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വുളൂ ചെയ്തതിന് ശേഷം കുളിക്കാൻ വേണ്ടി കയറുക, ഇതാണ് അവിടെ ശരിയായ രീതി എന്ന് പറയുന്നത്. ഇനി പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ബാത്റൂം മാത്രമേ ഉള്ളൂ വീട്ടിൽ, അവിടെ നിന്ന് മാത്രമേ സൗകര്യമുള്ളൂ എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വുളൂ എടുക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ അവിടെ പ്രയാസത്തിനാണ്, വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ട്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് വുളൂ ചെയ്താൽ വസ്വാസ് രോഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. പല പ്രവാസി സുഹൃത്തുക്കളും വിഷമം പറഞ്ഞത്, ഉസ്താദെ ടോയ്ലറ്റിൽ നിന്ന് മാത്രമേ വുളൂ എടുക്കാനുള്ള സാഹചര്യമുള്ളൂ. നിങ്ങൾക്ക് കുഴപ്പമില്ല, അവിടെ നിന്ന് വുളൂ ചെയ്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നജസ് തെറിക്കുന്നത് ശ്രദ്ധിക്കണം. വുളൂഇൽ സുന്നത്തായ ദിക്റുകൾ ഒഴിവാക്കാനും വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു ജനാബത്ത് കുളിക്കുന്നവൻ ആദ്യം നജസ് നീക്കുക, അതിനുശേഷം അവൻ പരിപൂർണതയോടുകൂടെ ഒരു വുളൂ എടുക്കുക. അതിനുശേഷം ജനാബത്ത് കുളിയുടെ നിയ്യത്ത് ചെയ്യുക. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ, അല്ലെങ്കിൽ ഞാൻ ജനാബത്ത് കുളിക്കുന്നു എന്നോ, അല്ലെങ്കിൽ ഞാൻ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്നൊക്കെ നിയ്യത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ വളരെ എളുപ്പം തോന്നുന്നത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിയ്യത്ത് പ്രധാനമാണ്. കുളിയിൽ നിയ്യത്ത് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജനാബത്ത് കുളി ശരിയാവുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ നിയ്യത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരീരത്തിലേക്ക് വെള്ളം ഒലിപ്പിക്കലോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യണം. ഈ ഷവറിന്റെ ചോട്ടിൽ നിന്നാണ് കുളിക്കുന്നതെന്ന് കൂട്ടിക്കോളൂ. ഷവർ ഓണാക്കി തലയിലേക്ക് വെള്ളം വീണതിന് ശേഷം നമ്മൾ നിയ്യത്ത് ചെയ്യുക, ഞാൻ ജനാബത്ത് കുളിക്കുന്നു, ഞാൻ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു. മറിച്ച് നമ്മൾ ആദ്യം നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് പൈപ്പ് ഓണാക്കുക എന്നുള്ള രീതിയല്ല യഥാർത്ഥ രീതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
വെള്ളം ഒലിക്കലോടുകൂടെ, വെള്ളം ചേരലോടുകൂടെ നിയ്യത്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ രീതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ പഠിച്ചു, ആദ്യം തന്നെ നജസ് നീക്കുക, അതിനുശേഷം പരിപൂർണതയോടുകൂടെ വുളൂ ചെയ്യുക, അതിനുശേഷം നിയ്യത്ത് ചെയ്യുക. ഈ നിയ്യത്ത് ചെയ്യുമ്പോൾ നിഫാസ് കുളിക്കുന്ന സ്ത്രീയാണെങ്കിൽ ഞാൻ നിഫാസിന്റെ കുളി കുളിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ വെള്ളം എത്തിക്കേണ്ടത് തലയിലാണ്. ഇത് ഷവറിട്ട് കുളിക്കുമ്പോൾ ആ സുന്നത്ത് നമുക്ക് പ്രത്യേകം ലഭിക്കും. ഈ ഒരു ആദ്യം നമ്മുടെ തല മുഴുവൻ വെള്ളം നനച്ചിട്ടാണ് ബാക്കിയുള്ള അവയവങ്ങളിൽ വെള്ളം നനക്കൽ സുന്നത്തായിട്ടുള്ള രീതി. ഇനി ഷവറില്ലാത്തവർ ക്ഷമിക്കണ്ട, നിങ്ങൾ കോപ്പ ആദ്യം തലയിലേക്ക് വെള്ളം ഒഴിക്കുക. ഇതാണ് യഥാർത്ഥ രീതി. അത് കഴിഞ്ഞിട്ട് വലതു ഭാഗം കഴുകുക. നമ്മളൊരാൾ മരിച്ചാൽ അവരെ മയ്യത്ത് കുളിപ്പിക്കുന്ന രീതിയൊക്കെ പഠിച്ചവരാണ്. കുളിപ്പിക്കാത്തവരുണ്ടെങ്കിൽ കുളിപ്പിച്ച് പരിശീലിക്കണം. ആ ഒരു കുളിപ്പിക്കുന്ന രീതി, നമ്മൾ ആദ്യം തല കഴുകും, പിന്നെ വലതുഭാഗം കഴുകും, പിന്നെ ഇടതുഭാഗം കഴുകും, പിന്നെ ബാക്ക് സൈഡ് കഴുകും. അതേപോലെയാണ് നമ്മുടെ ജീവിതകാലത്തും കുളിക്കേണ്ടത്. ആദ്യം തല കഴുകുക, അതിനുശേഷം വലതുഭാഗം കഴുകുക, അതിനുശേഷം ഇടതുഭാഗം കഴുകുക. ഇങ്ങനെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഒരാൾക്ക് ഷവർ ഇല്ല, അല്ലെങ്കിൽ വീട്ടിൽ ബക്കറ്റിൽ നിന്ന് കോരിയാണ് കുളിക്കുന്ന സാഹചര്യം ഉള്ളത് എങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കോരിയെടുത്ത ബക്കറ്റിൽ ആ ജനാബത്ത് കുളിക്കുന്ന സമയത്ത് ആ ബക്കറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും തെറിക്കാൻ പാടില്ല. അങ്ങനെ തെറിച്ചാൽ ആ വെള്ളം മുസ്തഅമിലായ വെള്ളമായി, അതായത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമായി. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബക്കറ്റ് എടുത്തു, ആ ബക്കറ്റിൽ നിന്ന് നമ്മൾ കോരി തലയിലേക്ക് ഒഴിച്ചു. തലയിലേക്ക് ഒഴിച്ച സമയത്ത് തലയിൽ മാത്രമാണ് വെള്ളമായത്. ആ സമയത്ത് ബക്കറ്റിലേക്ക് വെള്ളം തെറിച്ചു. എന്നാൽ ആ വെള്ളം എടുത്ത് ബാക്കിയുള്ള അവയവങ്ങൾ കഴുകിയത് കൊണ്ട് കാര്യമില്ല, കുളി സ്വഹീഹാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കുളി സ്വഹീഹായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല, ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിരിക്കൽ ആ ബക്കറ്റ് ഉയരത്തിലേക്ക് വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് കോരി കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.